പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എന്താ വേണ്ടത്? ഷുവർ ക്വസ്റ്റ്യൻസ്. ദാ പിടിച്ചോ. അപ്പോൾ +2 ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. മക്കളെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. സോ 4 ചാപ്റ്ററേ ഉള്ളൂ. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 4 ചാപ്റ്ററിന് ഏകദേശം 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം കിട്ടുന്ന മാർക്ക് 60 മാർക്കാണ്. അപ്പോൾ ഒരു ചാപ്റ്ററിന് എന്തായാലും 20ന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 18ന്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ തരുന്ന ഒരു 10-15 ചോദ്യങ്ങളിൽ ഒരു 8 ചോദ്യം 9 ചോദ്യം എന്തായാലും യു ക്യാൻ എക്സ്പെക്ട് ഫ്രം ദാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് തന്നെ മക്കളെ കൃത്യമായിട്ട് കൂടെ കൂടിക്കോ. ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് ഫുൾ മാർക്ക് തന്നെയാണ്. 100% കോൺഫിഡൻസോട് കൂടി ഞാൻ പറയുന്നു. ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാണ്. ഇതുപോലെ നമ്മുടെ ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല, നമുക്ക് തുടങ്ങാം. അപ്പൊ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. അപ്പൊ ബൈ അല്ല, തുടങ്ങാം. റെഡി? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡാനിയൽ സെൽ? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ ഗാൽവാനിക് സെല്ലാണ്. ഓക്കെ, ഗാൽവാനിക് സെല്ലിന്റെ പ്രത്യേകത, ഗാൽവാനിക് സെൽ ഇൻ വിച്ച് ആനോഡ് ഈസ് സിങ്ക്, അതേപോലെ കാഥോഡ് എന്താണ്? കാഥോഡ് കോപ്പർ. ഗാൽവാനിക് സെല്ലിൽ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ആനോഡ് സിങ്കും കാഥോഡ് കോപ്പറും ആണെങ്കിൽ ദാറ്റ് ഈസ് ഡാനിയൽ സെൽ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നു, റൈറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ. സോ മക്കളെ കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ആനോഡിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്കിന്റെ ഓക്സിഡേഷൻ ആണ്. സോ സിങ്ക് ഗിവ്സ് സിങ്ക് 2++ എന്താണ്? 2 ഇലക്ട്രോൺസ്. ദെൻ കാഥോഡിലെ റിയാക്ഷൻ എന്താണ്? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പർ 2+ന്റെ റിഡക്ഷൻ ആണ്. സോ കോപ്പർ 2++ 2 ഇലക്ട്രോൺ ഗിവ്സ് എന്താണ് കിട്ടുക? കോപ്പർ ആണ് കിട്ടുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ? മക്കളെ പഠിച്ചു വെച്ചോ. 1.1 വോൾട്ട്. അടുത്തൊരു ചോദ്യത്തിൽ അത് കണ്ടുപിടിക്കുന്നത് ഞാൻ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പൊ റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതാ എത്രാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്? നമ്മുടെ ഡി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഏത് ക്വസ്റ്റ്യനാ? ഡി ക്വസ്റ്റ്യൻ ആണ്. ഡി ക്വസ്റ്റ്യൻ. യെസ്, കമോൺ എവരിബഡി. യെസ്, ഡി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റെപ്രസെന്റേഷൻ എങ്ങനെ നമ്മൾ എഴുതാ? റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആനോഡിന്റെ റെപ്രസെന്റേഷൻ. ആനോഡിന്റെ റെപ്രസെന്റേഷൻ ഭയങ്കര എളുപ്പമാണ്. സിങ്ക് 2+ ആവുന്നു. സോ Zn ബാർ Zn2+. എന്നിട്ട് സാൾട്ട് ബ്രിഡ്ജ് കൊടുക്കും. സോ കൊടുക്കുകയാണ്, മക്കളെ കേൾക്കണേ. Zn ബാർ Zn2+. ഇതാണ് സോൾട്ട് ബ്രിഡ്ജ്. പിന്നെ കോപ്പർ 2+ കോപ്പർ ആവുന്നു. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? കോപ്പർ 2+ ബാർ കോപ്പർ. ഇതാണ് റെപ്രസെന്റേഷൻ. വെരി സിമ്പിൾ ആണ്. ദെൻ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലുള്ള ഇക്വേഷൻസിനാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ പറയാം. ഇതുപോലുള്ള ഇക്വേഷൻസിനെ, ഈ ഇക്വേഷൻസിനെ ദിസ് ഈസ് കോൾഡ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ എഴുതണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു നോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദാറ്റ് ഗാൽവാനിക് സെൽ. അത് ഇവിടുന്ന് ഇത് രണ്ടും കൂട്ടിയാൽ ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. സോ നേൺസ്റ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു E cell is equal to E0 cell minus 2.303 RT/NF ആണ്. N എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് സൈഡിലെയോ പ്രൊഡക്റ്റ് സൈഡിലെയോ ടോട്ടൽ ചാർജ്. റിയാക്റ്റൻസ് സൈഡിലെയോ പ്രൊഡക്റ്റ് സൈഡിലെയോ ടോട്ടൽ ചാർജ് ആണ് N. ദെൻ ലോഗ് Zn2+ ഡിവൈഡഡ് ബൈ Cu2+. അതായത് അക്വസ് ആയിട്ടുള്ള സ്പീഷീസ് മാത്രം നമ്മൾ എടുക്കുള്ളൂ. ഈ കേസിൽ ഇയാള് സോളിഡ് ആണ്, ഇയാള് അക്വസ് ആണ്, ഇയാള് അക്വസ് ആണ്, ഇയാള് സോളിഡ് ആണ്. അപ്പൊ നമ്മൾ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്ന പോലെ എന്ത് ചെയ്താൽ മതി? ലോഗ് അക്വസിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ അടുത്ത അക്വസിന്റെ കോൺസെൻട്രേഷൻ. ഇതാണ് ഇത് നേൺസ്റ്റ് ഇക്വേഷൻ. ദിസ് ഈസ് റെപ്രസെന്റിംഗ് വാട്ട്? നേൺസ്റ്റ് ഇക്വേഷൻ. പഠിച്ചു വെച്ചോ, 4 മാർക്ക് വെറുതെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെന്റ് ദ ഗാൽവാനിക് സെൽ ബേസ്ഡ് ഓൺ ദ ഗിവൺ റിയാക്ഷൻ ബിലോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് കോപ്പർ Ag അല്ലെ, കോപ്പർ 2Ag plus gives copper 2+ plus 2Ag. It is very clear that copper is more reactive than silver അല്ലെ. കോപ്പർ സിൽവറിനേക്കാളും മോർ റിയാക്റ്റീവാ. അതുകൊണ്ട് ഇയാൾ ആനോഡായിട്ട് ആക്ട് ചെയ്യും, അതേപോലെ ഇയാൾ എന്താണ്? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ വേറെ പരിപാടി ഉണ്ട്. കോപ്പർ ബിക്കം കോപ്പർ 2+, അത് ആനോഡ് ഓക്സിഡേഷൻ ആണ്. സിൽവർ പ്ലസ് ബിക്കം സിൽവർ, കാഥോഡ് റിഡക്ഷൻ ആണ്. അപ്പൊ റെപ്രസെന്റേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആനോഡ്. എന്താ ആനോഡ്? കോപ്പർ ബിക്കം കോപ്പർ 2+, ചാർജ് കൂടി. സാൾട്ട് ബ്രിഡ്ജ് സിൽവർ പ്ലസ് ബിക്കം എന്താണ്? സിൽവർ. അവിടെ നിങ്ങൾ എണ്ണം കൊടുക്കണ്ട, 2Ag + 2Ag കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് റെപ്രസെന്റേഷൻ. റൈറ്റ് ദി ഹാഫ് റിയാക്ഷൻസ്. അപ്പൊ ഹാഫ് റിയാക്ഷൻസ് പറഞ്ഞാൽ ആനോഡിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പർ 2+ ആയി, അപ്പൊ അത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ എന്താ കിട്ടുക? കോപ്പർ ഗീവ്സ് കോപ്പർ 2+ + 2 ഇലക്ട്രോൺ. കാഥോഡ് റിയാക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? കാഥോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽവർ പ്ലസ് 1 ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ എന്താ കിട്ടുക? Ag കിട്ടും.
അപ്പോൾ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക. ഗാൽവാനിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് E0 സെൽ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്, സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. മക്കളെ ഇതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച ഈ 1.1 വോൾട്ട്. അപ്പോൾ ഈ 1.1 വോൾട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇതാ, പഠിച്ചു വെച്ചോ. E cell is equal to E0 cell, അല്ലേ? Not E cell is equal to E0 cell is equal to E0 cathode minus E0 anode. E0 cell is equal to E0 cathode minus E0 anode. ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ ആണ്, അതുകൊണ്ട് സിങ്ക് ഈസ് ആനോഡ്. കോപ്പർ 2+ റിഡക്ഷൻ ആണ്, അതുകൊണ്ട് കോപ്പർ എന്താണ് കാഥോഡ് ആക്ട് ചെയ്യും. സോ കാഥോഡിന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു? E0 copper 2+ bar, copper 2+ bar, copper minus E0 Zn 2+ bar Zn. എടാ കോപ്പർ 2+ന്റെ വാല്യൂ 0.34 ആണെന്നും സിങ്കിന്റെ വാല്യൂ -0.76 ആണെന്നും കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ആ വാല്യൂ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആനോഡും കാഥോഡും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് തന്നിരിക്കുന്ന സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേര് SRP എന്നാണ്. SRP കുറഞ്ഞ ആള് ആനോഡാണ്, SRP കൂടിയ ആള് ആരാണ് മക്കളെ? പറ, കാഥോഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വാല്യൂസ് കൊടുക്കുകയാണ്. 0.34 മൈനസ് -0.76, അപ്പൊ എന്താ കിട്ടുക? 1.10 വോൾട്ട്. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? തീർച്ചയായിട്ടും യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ബിഹേവ്സ് ലൈക്ക് ആൻ ഇലക്ട്രോളിറ്റിക് സെൽ വെൻ. 2023 ഫസ്റ്റ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. ഇലക്ട്രോകെമിക്കൽ സെല്ല്, ദാറ്റ് ഈസ് ഗാൽവാനിക് സെല്ല് ഇലക്ട്രോളിറ്റിക് സെല്ലായിട്ട് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കളെ മനസ്സിലാക്കി വെച്ചോ, അതിന്റെ റിയാക്ഷൻ റിവേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ഈ സെല്ല് ലെസ് ദാൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ ഗ്രേറ്റർ ദാൻ ഈ സെല്ല്. ഈ കണ്ടീഷനിൽ ഗാൽവാനിക് സെൽ ആക്ട് ആസ് ഇലക്ട്രോളിറ്റിക് സെല്ല്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ഈ സെൽ ഈക്വൽ ടു 0 അല്ല, ഈ സെൽ ഗ്രേറ്റർ ദാൻ ഈ എക്സ്റ്റേണൽ അല്ല, ഈ എക്സ്റ്റേണൽ ഗ്രേറ്റർ ദാൻ ഈ സെൽ. യെസ്, ഓപ്ഷൻ സി വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഈ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ ദാൻ സെൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഗാൽവാനിക് സെൽ ആക്ട് ആസ് ഇലക്ട്രോളിറ്റിക് സെൽ. പഠിച്ചു വെക്കട്ടാ. റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നുണ്ട്. വാട്ട് ഈസ് ഗിബ്സ് എനർജി ചേഞ്ച് ഇൻ ഗാൽവാനിക് സെല്ല്? ഗാൽവാനിക് സെല്ലിലെ ഗിബ്സ് എനർജി ചേഞ്ച് എന്താണ്? വാട്ട് ഈസ് ഗിബ്സ് എനർജി ചേഞ്ച് ഇൻ ഗാൽവാനിക് സെല്ല്? ഓക്കെ, ഗാൽവാനിക് സെല്ലിലെ ഗിബ്സ് എനർജി ചേഞ്ച് എന്താണ് മക്കളെ? ഇക്വേഷൻ പഠിച്ചു വെച്ചോ. ഡെൽറ്റ G0 is equal to -NF E0 സെല്ല്. എന്നിന്റെ വാല്യൂ ഗാൽവാനിക് സെല്ലിൽ 2+ അയോൺസ് അല്ലേ, അതുകൊണ്ട് 2 ആണ്. ദെൻ F ഫാരഡേ കോൺസ്റ്റന്റ് 96500 coulombs ആണ്. E0 സെൽ നമ്മൾ പറഞ്ഞു 1.1 വോൾട്ട് ആണ്. നേരെ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ എന്താ കിട്ടുക? -212/300, ദാറ്റ് ഈസ് -212.3 kJ/mol. ഡയറക്റ്റ് ആണ്. ഇതേപോലെ നമ്മളോട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ഡാനിയൽ സെൽ. ഏത് ഗാൽവാനിക് സെല്ലിലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇങ്ങനെയാണ്. 290 Kelvin ആണെങ്കിൽ E0 സെൽ is equal to 0.0591 divided by n into log Kc. അപ്പൊ log Kc ഇക്വേഷൻ എന്താ കിട്ടുക? n E0 സെൽ divided by 0.0591 അല്ലേ? അവിടെ നിങ്ങൾ എന്നിന്റെ വാല്യൂ E0 സെല്ലിന്റെ വാല്യൂ കൊടുക്കുക. ഡാനിയൽ സെൽ ആണ്, അപ്പൊ എന്താ 1.1 into 2 divided by 0.0591. ആൻസർ കിട്ടും 37.22. ദാറ്റ് ഈസ് log Kc. ലോഗ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ അതിന്റെ വാല്യൂ എടുക്കുക? ലോഗിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ അതിന്റെ ഉള്ളിലെ വാല്യൂ എടുക്കുക? ദാറ്റ് ഈസ് ആന്റി ലോഗ്. സോ Kc is equal to ആന്റി ലോഗ് 37.22. അപ്പൊ ഈ ഫസ്റ്റ് 37 എന്തായിരിക്കും? അതിന്റെ പവർ ആയിട്ട് കൊടുക്കുക. പിന്നെ 0.22 എന്ന് പറയുന്ന വാല്യൂ ലോഗ് ആയിട്ട് വരുന്നത് ഏതിന്റെ വാല്യൂ ആണ്? 1.65 ആണ്. എന്ന് പറഞ്ഞാൽ ലോഗ് 1.65 is equal to എന്താണ്? 0.22 ആണ്. ദ ആൻസർ വിൽ ബി 1.65 into 10⁻37 ആണ്. കാൽക്കുലേറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. സോ പ്രോബ്ലംസ് ഈ ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട്. ഡിസ്ക്രൈബ് അബൌട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. മക്കളെ ഈ കാണുന്ന ചിത്രമാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ചിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി കേട്ടോ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഇതാണ് പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഡിപ്ഡ് ഇൻ 1 molar acidic solution and hydrogen gas at 1 bar pressure and 298 Kelvin bubbled through it. അത് ഞാനിവിടെ കൃത്യമായിട്ട് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞാൽ പ്ലാറ്റിനം ഒരു സോളിഡ് ആണ്, അതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസും H+ അക്വസിൽ ഇറക്കി വെക്കുന്നു. ഇതാണ് റെപ്രസെന്റേഷൻ. ഈ റെപ്രസെന്റേഷൻ നമ്മൾ പൊതുവെ കൊടുക്കുന്നുണ്ടാവുക ഇവിടെ. ഈ റെപ്രസെന്റേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക ഏത് കണ്ടീഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ H2O H+ ആയില്ലേ, അപ്പം ഇത് ആനോഡിന്റെ റെപ്രസെന്റേഷനാണ്. ഇനി ഇത് ആനോഡ് അല്ല കാഥോഡ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? പ്ലാറ്റിനം സോളിഡ് തന്നെയാണ്. ബാർ H+ ഫസ്റ്റ് കൊടുക്കുക, ബാർ H2 പിന്നെ കൊടുക്കുക. ഇത് അക്വസ് ആണ്, ഇതെന്താണ്? ഗ്യാസ് ആണ്. അപ്പോൾ ആ ഒരു രൂപത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ റെപ്രസെന്റേഷൻ കൊടുക്കുന്നുണ്ടാവുക. ഇത് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ, ഇത് ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ ഇയാളുടെ പൊട്ടൻഷ്യൽ എന്താ? 0 ആണ്. ദാറ്റ് ഈസ് E0 SHE അല്ലെങ്കിൽ E0 H + ബാർ H2. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്? ദാറ്റ് ഈസ് 0 വോൾട്ട്.
ഇത്രയാണ് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. ഇത് പറഞ്ഞാൽ മതി, ഇത് പഠിച്ചാൽ മതി. പഠിക്കൂലേ? തീർച്ചയായിട്ടും. നെക്സ്റ്റ്, റൈറ്റ് ആനോഡിക് ആൻഡ് കാഥോഡിക് റിയാക്ഷൻ വെൻ SH യൂസ്ഡ് ആസ് റെഫറൻസ് ഇലക്ട്രോഡ്. മക്കളെ, ആനോഡിലെ റിയാക്ഷൻ എന്താ? ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ അല്ലേ. അപ്പൊ എന്താണ്? H2 എന്തായിട്ട് മാറുന്നു? 2 H+ അതേപോലെ 2 ഇലക്ട്രോൺസും ആയിട്ട് മാറുന്നു. അപ്പൊ കാഥോഡ് നേരെ തിരിച്ചു എഴുതിയാൽ പോരെ? എന്താ സുഖം, ഒന്ന് പഠിച്ച ഒന്ന് കിട്ടൂലേ. അപ്പൊ എന്താ കിട്ടുക? 2H++ 2 ഇലക്ട്രോൺ ഗീവ്സ് എന്താടാ? H2 ആണ്. 2H++ 2 ഇലക്ട്രോൺ ഗീവ്സ് H2. Ready? Then write cell representation for the determination of standard electrode potential of copper 2+ bar copper using SHE. നമുക്ക് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്. നമുക്കറിയാം ഹൈഡ്രജൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. കാരണം SRP ഓഫ് ഹൈഡ്രജൻ ഗ്രേറ്റർ ദാൻ എന്താണ്? ലെസ് ദാൻ എന്താണ് പറഞ്ഞോ? ലെസ് ദാൻ SRP ഓഫ് ആരാണ്? കോപ്പർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ആനോഡായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക SHE ആണ്, കാഥോഡായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക കോപ്പർ ഇലക്ട്രോഡ് ആണ്. അങ്ങനെയാണ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ആനോഡ് സാൾട്ട് ബ്രിഡ്ജ്, അതേപോലെ കാഥോഡ് അല്ലേ. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? ഇയാളുടെ ആനോഡ് റെപ്രസെന്റേഷൻ എന്താ? പ്ലാറ്റിനം സോളിഡ് അല്ലേ, ബാറ് H2 ഗ്യാസ്, ബാറ് H+ അക്വസ്. ഇതല്ലേ നമ്മുടെ ആ ഒരു ആനോഡിന്റെ റെപ്രസെന്റേഷൻ. ദെൻ സാൾട്ട് ബ്രിഡ്ജ്. പിന്നെ കാഥോഡ് എന്താ? Cu2+ ബാർ Cu2+ ബാർ Cu. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ ഉത്തരം ചെയ്യുക. ഇതൊക്കെ SH ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പഠിച്ചു വെച്ചോ, ചോദ്യം കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ചോദ്യം? എന്താ മക്കളെ? വായിച്ചോ, ചോദ്യം വായിച്ചോ. EMF ഓഫ് ദ സെൽ ഒബ്റ്റൈൻഡ് ബൈ കപ്ലിംഗ് SHE വിത്ത് ആൻ ഇലക്ട്രോഡ് ഈസ് 1.37. SHE ഒരു ഇലക്ട്രോഡായിട്ട് കപ്പിൾ ചെയ്തു. അപ്പൊ സെൽ പൊട്ടൻഷ്യൽ എത്ര? EMF എത്ര? 1.37 ആണ്. ഇഫ് SHE ഈസ് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് കാഥോഡ് SHE ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രോഡ് എന്തായിരിക്കും? ആനോഡാ. അപ്പൊ നമ്മൾ EMFന്റെ ഇക്വേഷൻ എന്താ? EMF is equal to E0 കാഥോഡ് മൈനസ് E0 ആനോഡ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് SRP ഓഫ് കാഥോഡ് മൈനസ് SRP ഓഫ് ആനോഡ് ആണ് അല്ലെ. ഓക്കെ, അപ്പം നമ്മുടെ SRP ഓഫ് കാഥോഡ് എന്ന് പറഞ്ഞാൽ SRP ഓഫ് ആരാ? SHE അല്ലേ. സോ ഈ SHE മൈനസ് ഈ ഇലക്ട്രോഡ് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രോൺ ആണ്. അപ്പൊ നമ്മളിവിടെ EMFന്റെ വാല്യൂ ഇവിടെ കൊടുത്തു. സോ 1.37 is equal to ഈ SHE മൈനസ് ഈ ഇലക്ട്രോൺ ആണെങ്കിൽ ഈ ഇലക്ട്രോഡ് is equal to SHEന്റെ പൊട്ടൻഷ്യൽ 0 മൈനസ് 1.37. ദ ആൻസർ വിൽ ബി മൈനസ് 1.37. എന്താ കിട്ടുക? മൈനസ് 1.37 ആണ്. നോട്ട് 1.37, ഇറ്റ് ഈസ് മൈനസ് 1.37. ഇനി ഞങ്ങൾക്കൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം. SHE കാഥോഡ് ആണെങ്കിൽ EMFന്റെ അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യലിന്റെ മൈനസ് ആയിരിക്കും നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇഫ് SHE ഈസ് കാഥോഡ്, ദെൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മൈനസ് EMF അല്ലെങ്കിൽ മൈനസ് സെൽ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇനി അത് ആനോഡ് ആണെങ്കിലോ നേരെ തിരിച്ചിട്ടും. അപ്പം ഈ രൂപത്തിൽ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നുണ്ട്. എന്താണ്? വാട്ട് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി? മക്കളെ, മോളാർ കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദി റെപ്രസെന്റേഷൻ ദാറ്റ് ഈസ് λm. λm എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി സെല്ലില് നിങ്ങൾ 1 മോളാർ ഇലക്ട്രോഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. മക്കളെ നോക്കണ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കിയാ. ഇറ്റ് ഈസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് 1 മോളാർ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ ടേക്കൺ ഇൻ എ കണ്ടക്ടിവിറ്റി സെല്ല്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ അടുത്തൊരു ചോദ്യം ഉണ്ട്, ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. എന്താ പ്രോബ്ലം? എന്താ മക്കളെ? വായിച്ചോ, പ്രോബ്ലം വായിച്ചോ. The conductivity of 0.2 molar KCl at 298 Kelvin is 0.02448 Siemens centimeter inverse. Calculate molar conductivity. മക്കളെ, lambda m ന്റെ ഇക്വേഷൻ എന്താ ചോദിച്ചാൽ lambda m is equal to 1000 into kappa, that is conductivity divided by molarity ആണ്. കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. എന്താ കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ അല്ലേ ഈ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ മൊളാരിറ്റിന്റെ വാല്യൂ അല്ലേ ഈ കൊടുത്തിരിക്കുന്നത്? അപ്പൊ എന്താ കിട്ടുക? 1000 into 0.0248 divided by 0.2. The answer is 124 Siemens centimeter square mole inverse. So what is the unit of lambda m? Unit of lambda m ചോദിക്കാറുണ്ട്. Siemens centimeter square mole inverse. അല്ലെങ്കിലോ മക്കളെ പറഞ്ഞോളൂ, ohm inverse centimeter square mole inverse. ഇതൊക്കെ എന്തിന്റെ യൂണിറ്റ് ആണ്? ലാംഡ എമ്മിന്റെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. 2022 ആണോ 3 ആണോ എനിക്ക് ഓർമ്മയില്ല. ക്രിസ്മസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്താണ്? നമ്മൾ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ കോൾഡ്രാഷസിലുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ തൊട്ട് മുന്നത്തെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, വേരിയേഷൻ ഓൺ ഡൈലൂഷൻ. അതിൽ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഇതുപോലൊരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇതുപോലൊരു ഗ്രാഫ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ലാംഡാം എടുക്കും, ഇവിടെ നമ്മൾ √C എടുക്കും.
ദെൻ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫും കിട്ടും, അതേപോലെ ഇങ്ങനെ ഒരു ഗ്രാഫും കിട്ടും. ആൻഡ് ദിസ് ഗ്രാഫ് റെപ്രസെന്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ദിസ് ഗ്രാഫ് റെപ്രസെന്റ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഈ ഒരു ഗ്രാഫ് നമ്മൾ ഇങ്ങനെ നീട്ടി വരച്ചാൽ ദിസ് ഈസ് റെപ്രസെന്റിംഗ് λ0m. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. ആ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. λm is equal to λ0m minus a root c. That is y is equal to c plus mx. y is equal to c plus mx. ആ ഗ്രാഫിന്റെ ഇക്വേഷൻ ആണ്. ഇവിടെ λm represent molar conductivity, λ0m represent limiting molar conductivity, a represent a constant for electrolyte, and c എന്ന് പറഞ്ഞാൽ that is concentration. c represents concentration. ready? ഇതാണ് ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു നോക്കാം. λm is equal to λ0m minus a root c. കൃത്യമായിട്ട് പഠിച്ചോ, ചോദിച്ചാൽ 1 മാർക്ക് ഉറപ്പിക്കാം. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി and molar conductivity on dilution. മക്കളെ, conductivity increases when number of ions per unit volume increases. Conductivity decreases when number of ions per unit volume decreases. Dilute ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറയും, അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കുറയും. പഠിച്ചു വെച്ചോ. സോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓൺ ഡയലൂഷൻ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം. ഒരു വർത്താനം ഇല്ലാതെ പഠിച്ചു വെക്കുക. അതേസമയം λmന്റെ ഇക്വേഷൻ നോക്ക്, ഇതല്ലേ ഇക്വേഷൻ 1000 കപ്പ മൊളാരിറ്റി അല്ലേ? മൊളാരിറ്റി ഇസ് എ കോൺസെൻട്രേഷൻ ടേം അല്ലേ? ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസിങ് കോൺസെൻട്രേഷൻ അല്ലേ? അപ്പൊ സി കുറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? λm കൂടും. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും λm ഡയലൂഷന്റെ സമയത്ത് കൂടുന്നുണ്ട്. എന്തുകൊണ്ട്? സ്ട്രോങ്ങിന്റെ കേസിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് അയോൺസ് കുറയുന്നു, അതുകൊണ്ട് അയണിക് മൊബിലിറ്റി കൂടുന്നു, അതുകൊണ്ട് λm കൂടുന്നു. വീക്കിന്റെ കേസിൽ എന്താ സംഭവിക്കുക? വീക്കിന്റെ കേസിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുന്നു, നമ്പർ ഓഫ് അയോൺസ് കൂടുന്നു, λm കൂടുന്നു. കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വളരെ വൃത്തിക്ക് എന്ത് ചെയ്യണം? പഠിച്ച് വെക്കേണ്ടതാണ്. നോട്ട് കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? മാർക്കിംഗ് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, കിട്ടൂലേ? ready. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് obtained by adding limiting molar conductivities of cations and anions of electrolyte. നെയിം ദ ലോ. ഈ ലോനെ വിളിക്കുന്ന പേരാണ് കോൾ-റാഷസ് ലോ. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റ് ലോ എന്ന് ചോദിച്ചാൽ ഇത് എഴുതി വെച്ചാൽ മതി. സോ കോൾ-റാഷസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എനി ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റയോൺസ് ഓഫ് ദാറ്റ് ഇലക്ട്രോലൈറ്റ്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റയോൺസ്. അതാണ് കോൾ-റാഷസ് ലോ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഇത് ഡയലൂഷൻ. ഡയലൂഷൻ മാക്സിമം ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഏകദേശം 0 ആണെന്നുണ്ടെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് ദി മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഓർ മാക്സിമം ഡയലൂഷൻ. പഠിച്ചു നോക്ക്. ഇറ്റ് ഈസ് ദി മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഓർ മാക്സിമം ഡയലൂഷൻ. മാക്സിമം ഡയലൂഷൻ ആണ് 0 കോൺസെൻട്രേഷൻ ആണെങ്കിൽ ദാറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഈസ് കോൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫിൽ ഈ പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? λ0m എന്ന് വിളിച്ചത്. കാരണം ഇവിടെ കോൺസെൻട്രേഷൻ 0 ആണ്, λm മാക്സിമം ആണ്. കോൺസെൻട്രേഷൻ 0 എന്ന് പറഞ്ഞാൽ ഡയലൂഷൻ മാക്സിമം ആണ്. ഡയലൂഷൻ മാക്സിമം ആവുന്ന സമയത്ത് λmന്റെ വാല്യൂ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. പഠിച്ചു വെച്ചോ. നെക്സ്റ്റ്, ഇത് നമ്മുടെ കോൾ-റാഷസ് ലോന്റെ അപ്ലിക്കേഷൻ ആണ്. λ0m ഫോർ NaCl HCl സോഡിയം അസറ്റേറ്റ്. ഇയാളുടെ പേരെന്താ? സോഡിയം അസറ്റേറ്റ്. ഇങ്ങനെ കാണുമ്പം വേറൊരു പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ അയാളെ സാധാ ഡ്രസ് ഇടിപ്പിക്കുകയാണ്. CH3 എന്താണ്? CH3COON. ഇപ്പൊ പ്രയാസമില്ലല്ലോ. റെഡി. ഇത് പാന്റ് ഷർട്ടുമാണ്, ഇതിപ്പോ മുണ്ടും ടീഷർട്ടും. പരിപാടി കഴിഞ്ഞു. അയാളാണ് CH3CON. ഓക്കെ, ദെൻ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് HAC, ദാറ്റ് ഈസ് CH3COOH. മക്കളെ, ഇക്വേഷൻ അവിടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ദിസ് ഈസ് ദ ഇക്വേഷൻ. അതായത് 3 പേരുടെ വാല്യൂ എന്നിട്ട് 4ാമത്തെ ആളെ കാണാൻ പറഞ്ഞാൽ 2 എണ്ണം കൂട്ടുക, 1 കുറയ്ക്കുക. കൂട്ടേണ്ടവർ കാണേണ്ട ആളുകളെ നോക്കിയാൽ മതി. ഇയാളിൽ നമുക്ക് Hഉം ACയും വേണ്ടേ? അപ്പൊ Hഉം ACയും കൂട്ടി അതിൽ നിന്നും NAയും CLും പുറത്താക്കി. അപ്പം ഒഴിവാക്കേണ്ടവരെ മൈനസ് ചെയ്യുക, ആഡ് ചെയ്യേണ്ടവരെ കൂട്ടുക. അപ്പൊ 2 എണ്ണം കൂട്ടുക, 1 കുറയ്ക്കപ്പോൾ കിട്ടും ആൻസർ. സോ വാല്യൂസ് കൊടുത്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ 390.5 സീമെൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. 2 എണ്ണം കൂട്ടുന്നു, 1 കുറയ്ക്കുന്നു. ആരെയാ കുറയ്ക്കേണ്ടത്? ആവശ്യമില്ലാത്തവരെ കുറച്ചാൽ മതി. NAയും CLും ആവശ്യമില്ലല്ലോ, അപ്പോൾ NaCl കുറച്ചോളൂ. കാരണം HAC ആണ് കാണാൻ പറഞ്ഞത്, CH3COH ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ CH3CO മൈനസും H+ മതി, ബാക്കിയുള്ളവർ നമുക്ക് ആവശ്യം വരുന്നില്ല. റെഡി. The next step, predict the product of electrolysis of the following substances at anode and cathode using suitable chemical equation.
രണ്ടുപേരുണ്ട്, NaCl ഉണ്ട്, അതേപോലെ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. മോൾട്ടൺ NaCl ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡും. മോൾട്ടൺ NaCl 2 അയോൺസ് ഉള്ളത്, Na+ഉം Cl-ഉം. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? ഹൈ ആണ്. അതേപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? ലോ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ വാട്ടറിന്റെ ഓക്സിഡേഷനും വാട്ടറിന്റെ റിഡക്ഷനും സംഭവിക്കാം. ഈ കേസിൽ Na+ റിഡക്ഷൻ, Cl- ഓക്സിഡേഷൻ ആണ്. അതുകൊണ്ട് ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് കിട്ടും. നെഗറ്റീവ് ചാർജ് ഉള്ള ആള് ഓക്സിഡേഷൻ സംഭവിക്കും, പോസിറ്റീവ് ചാർജ് ഉള്ള ആള് റിഡക്ഷൻ സംഭവിക്കും. നെഗറ്റീവ് ചാർജ് ഉള്ള ആള് ആനോഡിലേക്കും പോസിറ്റീവ് ചാർജ് ഉള്ള ആള് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിലേക്കാണ് പോകുന്നുണ്ടാവുക. ആനോഡ് പോസിറ്റീവ് ഓക്സിഡേഷൻ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ മോൾട്ടൺ NaCl ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് കിട്ടും. ദിസ് ഈസ് ദ ഇക്വേഷൻ. അവിടെ സോഡിയം മെറ്റൽ കിട്ടും കാഥോഡിൽ. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇനി നിങ്ങൾ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ കേസിൽ ഡൈലൂട്ട് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഇത്തിരിയേ ഉള്ളൂ, വാട്ടർ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ കൂടിയ വാട്ടറിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുക, റിഡക്ഷനും സംഭവിക്കുക. വാട്ടറിന്റെ ഓക്സിഡേഷൻ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഗ്യാസ് ഓക്സിജൻ ഗ്യാസ്, വാട്ടറിന്റെ റിഡക്ഷന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പം നമ്മുടെ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ആനോഡിൽ ഓക്സിജൻ ഗ്യാസ് കിട്ടും, കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നതായിരിക്കും. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുന്നു. ഗീവ് വൺ എക്സാമ്പിൾ ഫോർ പ്രൈമറി സെല്ല്. 2 തരം, ഡ്രൈ സെല്ലും അതേപോലെ തന്നെ മെർക്കുറി സെല്ലും. ഓക്കെ, മെർക്കുറി സെല്ലും. വാട്ട് ഈസ് ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡ്രൈ സെല്ല്? 1.5 വോൾട്ട്. മെർക്കുറി സെല്ല് ചോദിച്ചാൽ 1.35 വോൾട്ട്. ചാമ്പിക്കോ. ഇനി പ്രൈമറി സെൽ എന്ന് ചോദിച്ചാൽ റീചാർജ് ചെയ്യാൻ പറ്റാത്തവരാണ് എന്ത്? പ്രൈമറി സെല്ല്. നോൺ റീചാർജബിൾ ആണ്. ഇവരെന്താണ്? നോൺ റീചാർജബിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രൈമറി. റീചാർജബിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെക്കൻഡറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് അബൌട്ട് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇതെന്താണ്? ഡിസ്ചാർജിങ് ആണ്. ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അത് യൂസ് ചെയ്യാണ്, ബാറ്ററി ഇൻ യൂസ് ആണ്. അപ്പൊ ഇവിടെ ആനോഡ് ലെഡ്, കാഥോഡ് ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് PbO2. ഇലക്ട്രോലൈറ്റ് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. 38% സൾഫ്യൂരിക് ആസിഡ്, ദാറ്റ് ഈസ് കോൾഡ് ബാറ്ററി വാട്ടർ. ഓക്കെ, ദെൻ സെൽ റിയാക്ഷൻസ്. ആനോഡിലെ റിയാക്ഷൻ മക്കൾ നോക്കടാ, ലെഡിന്റെ ഓക്സിഡേഷൻ കണ്ടോ, Pb gives Pb2++2 ഇലക്ട്രോണാ. ഈ സൈഡിൽ SO4 2 minutes കൊടുത്തു, ഇവിടെ SO4 2 minutes കൊടുത്തു. സോ Pb plus SO4 2 minutes gives PbSO4+2 ഇലക്ട്രോൺ. കാഥോഡിൽ ആരുള്ളത്? ലെഡ് ഡയോക്സൈഡ്. സോ ലെഡ് ഡയോക്സൈഡിലേക്ക് സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് SO4 2 minutes വരുന്നു, അവിടുന്ന് H+ഉം 2 ഇലക്ട്രോൺസും വരുന്നു. അപ്പൊ എന്താ കിട്ടുക? ലെഡ് സൾഫേറ്റും വാട്ടറും കിട്ടും. ഈ 2 ഇക്വേഷൻ കൂട്ടിയാൽ Pb plus PbO2 plus 2H2SO4 gives 2 PbSO4 plus 2H2O. പഠിച്ചുകൊണ്ട് എക്സാമിന് ഉറപ്പാണ്, 100%. കോൾഡ്രഷസുള്ള പോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണിത്. എഴുതി ഒപ്പിട്ട് തരുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, ഇതും ഒരു 100% ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാ കോൾഡ്രഷസിലെ ഒരു 100% ചോദ്യമാണ്. പിന്നെ അതേപോലെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇതാ. ഈ ചോദ്യം ഒരു 100% പോസിബിലിറ്റി ഉണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് 100% പോസിബിലിറ്റി ഉള്ള മറ്റൊരു ചോദ്യമാണ് മക്കളെ അവിടെ നോട്ട് ചെയ്ത് വെച്ചതാ ഈ ക്വസ്റ്റ്യൻ. ഇതൊരു 100% പോസിബിലിറ്റി ഞാൻ പറയുന്നുണ്ട്. അതേപോലെ അടുത്തൊരു ചോദ്യം ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു ചോദ്യം ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഒരു 100% പോസിബിലിറ്റി ആണ്. ദെൻ എല്ലാം കൂടി ചോദിക്കുക വെച്ചാൽ ചാൻസ് കൂടുതലാട്ടോ. ദെൻ ഡാനിയൽസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം ഉറപ്പായിട്ടും ചോദിക്കും. ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. തീർന്നിട്ടില്ല, ബാക്കി ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മൾ വരുന്നുണ്ട്. പെട്ടെന്ന് 100% ഒരു ഓർമ്മ വന്നപ്പം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടുക്കാണ്. ഓക്കെ, സ്റ്റേറ്റ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേന്റെ ഫസ്റ്റ് ലോ പറയാണ്, ദ എമൗണ്ട് ഓഫ് substance deposited or liberated at the anode or cathode is directly proportional to the current passing through the electrolyte. അപ്പം ഒരു ആനോഡിലോ കാഥോഡിലോ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട സബ്സ്റ്റൻസിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതിലൂടെ കടന്നു പോയ കറണ്ടിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് മാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്. സോ M proportional to Q, M is equal to ZQ, M is equal to ZIT because Q is equal to charge is equal to I into T. I എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ ആംപിയർ, T എന്ന് പറഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. That is equal to EIT divided by F. This is the final equation because Z is equal to E by F ആണ്. ഈ സെഡിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലൻസ്. എന്താ വിളിക്കുക? ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലൻസ് ആണ്. അതേപോലെ ഈനെ വിളിക്കുന്ന പേര് ഇക്വിവാലന്റ് മാസ്. എന്താ വിളിക്കുക? ഇക്വലന്റ് മാസ് ആണ്. നമ്മൾ സൊല്യൂഷൻ ചാപ്റ്ററിൽ നോർമാലിറ്റി പഠിച്ചിട്ടുണ്ടാവും. ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഇക്വേഷൻ? മോളാർ മാസ് ഡിവൈഡഡ് ബൈ N. ദാറ്റ് ഈസ് N എന്ന് പറഞ്ഞാൽ എന്താ? വാലൻസി. N എന്ന് പറഞ്ഞാൽ എന്താ? വാലൻസി ആണ്. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ എന്താ? Q റെപ്രസെന്റ് വാട്ട്? Q ഈസ് ചാർജ്. I എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ ആംപിയർ. T എന്ന് പറഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്സ്. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? M എന്താ? മാസ്, എമൗണ്ട് അല്ലെ? അപ്പൊ ആ രൂപത്തിൽ പഠിച്ചു നോക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ
പഠിച്ചു വെച്ചോ. 100% പോസിബിലിറ്റി ഉള്ള അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് electrolyzed for 20 minutes with a current of 1.5 ampere. What is the mass of copper deposited at the cathode? Atomic mass of copper 63. So mass is equal to EIT divided by F. അപ്പോൾ ആദ്യം E കണ്ടുപിടിക്കുക. ഇതിന്റെ ഇക്വേഷൻ എന്താ? മോളാർ മാസ് ബൈ വാലൻസി M/N ആണ്. സോ 63 divided by 2 that is equal to എന്താ കിട്ടുക? 63 by 2 is equal to 31.5. then current 1.5 ampere, ടൈം 20 മിനിറ്റ് സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പോൾ 1200 സെക്കൻഡ്സ്, ഫാരഡേ കോൺസ്റ്റന്റ് 96500. ഡയറക്റ്റ് ഇക്വേഷനിൽ എല്ലാ വാല്യൂസും കൊടുത്താൽ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ 0.587 gram. 2024 ക്രിസ്മസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഹൗ മച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫാരഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എന്താ 20 gram കാൽഷ്യം ഫ്രം കാൽഷ്യം ക്ലോറൈഡ്, 54 gram അലൂമിനിയം ഫ്രം അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മെറ്റലിന്റെ റിഡക്ഷന്റെ ഇക്വേഷൻ എഴുതാം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? മെറ്റലിന്റെ റിഡക്ഷന്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 1 മോൾ കാൽഷ്യം കിട്ടാൻ 2 മോൾ ഇലക്ട്രോൺസ് വേണ്ടി വന്നില്ലേ? അപ്പൊ ആ ഇക്വേഷൻ എടുത്ത് എഴുതി. 1 മോൾ കാൽഷ്യം കിട്ടാൻ 2 മോൾ ഇലക്ട്രോൺസ് വേണം. അതായത് 1 മോൾ കാൽഷ്യം 40 ഗ്രാമാണ്. 40 ഗ്രാം കിട്ടാൻ 2 ഇലക്ട്രോണിന്റെ ചാർജിനാണ് എന്ത് വിളിക്കുക? ഫാരഡ്. 2 ഫാരഡ്. അതായത് 1 മോൾ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 1 ഫാരഡ്, 2 മോൾ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 2 ഫാരഡ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? 20 ഗ്രാം കിട്ടും. 20 ഗ്രാം ആണെങ്കിൽ എത്ര ഫാരഡ് വേണമെന്നാ? അപ്പൊ 40 ഗ്രാമിന് 2 വേണമെങ്കിൽ 20 ഗ്രാമിന് എത്ര മതി? 1 ഫാരഡ് മതി. അപ്പം എന്ത് കിട്ടി ആൻസർ? ഇവിടെ എന്ത് കിട്ടി? 1 ഫാരഡ് എന്ന് കിട്ടി. ഓക്കെ, അതേപോലെ ഇവിടെ ചെയ്ത് നോക്കിയേ. ഇതാ അലൂമിനിയത്തിന്റെ റിഡക്ഷന്റെ ഇക്വേഷൻ എഴുതി. അപ്പോൾ 1 മോൾ അലൂമിനിയം കിട്ടാൻ 3 മോൾ ഇലക്ട്രോൺസ് വേണം. കണ്ടോ? 1 മോൾ കിട്ടാൻ 3 മോൾ വേണം അല്ലേ? 1 മോൾ കിട്ടാൻ 3 മോൾ വേണം. അപ്പൊ 27 ഗ്രാം കിട്ടാൻ 3 ഫാരഡ് വേണം. അപ്പൊ 54 ഗ്രാം കിട്ടാനോ അതിന്റെ ഇരട്ടി 6 ഫാരഡ് വേണം. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താ കിട്ടുക? 6 ഫാരഡ്. ഇതിലും എളുപ്പത്തിൽ ഇനി പറയാൻ പറ്റുമോ? ഇല്ല സാറേ, ഇത്ര എളുപ്പത്തിൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് H2 ഫ്യൂൽ സെൽ. 100%. ഞാൻ 100% ഇട്ട ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സെറ്റാ. ഓക്കെ, അതായത് ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്, ഇപ്പൊ നമ്മുടെ H2 ഫ്യൂൽ സെൽ ചോദിക്കണം കേട്ടോ. ഞാൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ, മെഥനോൾ, അതേപോലെ തന്നെ മീഥേൻ ഒക്കെ കത്തിയിട്ട് കമ്പഷൻ നടക്കും. അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള ഹീറ്റ് എനർജി, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളാണ് എന്ത്? ഫ്യൂൽ സെൽ. അപ്പോൾ H2 ഫ്യൂൽ സെൽ ആണ് ഇറ്റ് ഇസ് എ ഗാൽവാനിക് സെൽ വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഫ്രം കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഹൈഡ്രജൻ കത്തിയിട്ടുണ്ടാവുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. ദാറ്റ് ഈസ് H2 ഫ്യൂൽ സെൽ. ഡയഗ്രം ഇതാണ്. ആനോഡിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് കൊടുക്കുന്നുണ്ട്, കാഥോഡിലേക്ക് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താണ്? അക്വസ് ഇലക്ട്രോലൈറ്റ്, NaOH പോലുള്ള അക്വസ് ഇലക്ട്രോലൈറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ വാട്ടറാണ് പുറത്തേക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ റിയാക്ഷനാണ്. 2H2 + O2 gives 2H2. ഏത്? ഓവറോൾ റിയാക്ഷൻ. പിന്നെ പഠിക്കേണ്ട ആനോഡിന്റെ റിയാക്ഷൻ 2H2 + 4OH- gives 4H2O + 4 ഇലക്ട്രോൺ. 2 പ്രാവശ്യം പറഞ്ഞാൽ മതി. 2H2 + 4OH- gives 4H2O + 4 ഇലക്ട്രോൺസ്. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കാം. ദെൻ ഇതും കമ്പയർ ചെയ്താൽ രണ്ടും ഇക്വേഷൻ കിട്ടും. നോക്കടാ, H2 ഇവിടെ ഉണ്ട്, H ഇവിടെ ഉണ്ട്. O2 എവിടെയും കാണുന്നില്ല, അപ്പോൾ O2 കൊടുത്തു. കാഥോഡിൽ O2. ഓക്കെ, ഇവിടെ 4H2, ഇവിടെ 2H2. അപ്പോൾ 2H2 ഇവിടെ ഉണ്ട്. ഈ ഇലക്ട്രോണിനെ കാണില്ല, അപ്പോൾ ഇലക്ട്രോൺ ഇവിടെ കൊടുത്തു. OH- കാണില്ല, OH- ഇവിടെ കൊടുത്തു. സിമ്പിൾ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനും പഠിക്കുക, ഈ ഇക്വേഷനും പഠിക്കുക. നടുവിൽ ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? ഈ ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അറിയുന്ന ഇക്വേഷനാണ്. 2H2 + O2 gives 2H2. സെറ്റ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓക്സിജനും ഹൈഡ്രജനും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു സെല്ല് ഒരുപാട് നേരം അല്ലെങ്കിൽ സമയം ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ദ സെൽ വർക്ക്സ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ഷൻസ് ആർ സപ്ലൈഡ്. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്, ഹൈ എഫിഷ്യൻസി ആണ്, ഏകദേശം 70% എഫിഷ്യൻസി ഉണ്ട്. അതേപോലെ എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്. അതേപോലെ വാട്ടർ ഒബ്റ്റൈൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ഈ ഡ്രിങ്കിങ് നിങ്ങൾ വേറെ രീതിയിൽ കാണരുത് കേട്ടോ. ദിസ് ഈസ് ശുദ്ധമായ വെള്ളം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ റസ്റ്റിംഗ് ഓഫ് അയൺ. അയണിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ ഓക്സിഡേഷൻ സംഭവിക്കും. ആ സ്പോട്ടിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആനോഡ്. ആനോഡിന് ഇലക്ട്രോൺസ് മൂവ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ അറ്റ്മോസ്ഫിയറിക് വാട്ടർ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ആയിട്ട് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഓക്സിജൻ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അത് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ആനോഡിന്റെ ഓക്സിഡേഷനും കാഥോഡ് റിഡക്ഷനും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഓവറോൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ നടന്നിട്ട് Fe2+ വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്സിജന്റെ പ്രസൻസിൽ എന്താ കിട്ടുക? Fe2O3, അതേപോലെ 4H+. ഇയാൾ വീണ്ടും വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടും Fe2O3, Fe2O3.XH2O. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റസ്റ്റ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ദെൻ പ്രിവെൻഷൻ മെത്തേഡ്സ് പെയിന്റ് ചെയ്യുക, വാർണിഷ് ചെയ്യുക. കോട്ടിംഗ് ആന്റി റസ്റ്റിംഗ് സൊല്യൂഷൻസ് ലൈക്ക് ബിസ്ഫിനോൾ പോലെയുള്ള ആന്റി റസ്റ്റിംഗ് സൊല്യൂഷൻസ് കോട്ട് ചെയ്യുക. ദെൻ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ കോട്ടിംഗ് ഓഫ് സിങ്ക് ആണ്. അതേപോലെ സാക്രിഫിഷ്യൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ കോട്ടിംഗ് ഓഫ് ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? റസ്റ്റിംഗ്
പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രിവെൻഷൻ മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഇതും ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഇത്രയാണ് പഠിക്കാനുള്ളത്. മക്കളെ ഈ തരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ടീച്ചേഴ്സിനെ ഞെട്ടിക്കാൻ വേണ്ടി പറ്റും, പാരൻസിനെ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്താൻ വേണ്ടി പറ്റും. സോ അത്ഭുതങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. സോ മക്കളെ ഇത് തുടക്കമാണ്. ഓണപ്പരീക്ഷയിൽ നിങ്ങൾ മാക്സിമം മാർക്ക് വാങ്ങിയിട്ട് ക്ലാസ്സിലെ സ്റ്റാർ ആയിട്ട് നിങ്ങൾ മാറണം. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും അതേപോലെ ഫുൾ മാർക്ക് ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ജസീൽ സാർ സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. മക്കളെ കമന്റ് ചെയ്യാൻ മറക്കണ്ട.